മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റ് മാർച്ച് നടന്നു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കളക്ടറേറ്റ് മാർച്ചിന് കണ്ണൂരിന്റെ ഭരണസിരാ കേന്ദ്രമായ കണ്ണൂർ കളക്ടറേറ്റിനെ ലക്ഷ്യമാക്കി ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി സർക്കാർ കേരളത്തെ മയക്കുമരുന്നിന്റെ ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. അഴിമതിയുടെ നീറാളിപ്പിടുത്തത്തിലൂടെ കടന്നുപോകുന്ന കേരളം കണ്ട ലജ്ജാകരമായ സാഹചര്യത്തിന് ഇന്ന് കേരളം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ലാത്ത വിധം കേരളത്തിന്റെ ഭരണരംഗം ദുഷിച്ച് ചീഞ്ഞു നാറുമ്പോ ഈ ഭരണകൂടത്തെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ജനങ്ങളുടെ കനത്തതായ പ്രതിഷേധം അറിയിക്കാനുമാണ് ഈ മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലുടനീളം 10,000-കണക്കിന് പ്രവർത്തകന്മാരുടെ അകമ്പടിയോടുകൂടി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നു. പിണറായി വിജയൻ കേരളത്തിന് നൽകിയ സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി 2 സംഭാവനകളാണ്. ഒന്ന്, കേരളത്തെ ഒരു നാർക്കോട്ടിക് ഹബ്ബാക്കി മാറ്റിയ ചരിത്രത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. കേരളത്തെ രാസലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റിയ മുഖ്യമന്ത്രിയുടെ പേരേത് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ ആ കുട്ടികൾ പോലും പറയുന്ന മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ സേവനം ശ്രീ പിണറായി വിജയൻ കേരളത്തിന് നൽകിയത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരാൾക്ക് പോലും ഒരു ജോലിയുടെ സൗകര്യം പോലും ചെയ്യാതെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നതായ സ്റ്റേറ്റായി നമ്മുടെ കേരളത്തെ മാറ്റാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ഓരോ മേഖലകൾ നിങ്ങൾ പരിശോധിക്കണം, ഓരോ ഇടങ്ങൾ പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ മകൻ വെട്ടിക്കൊല്ലുക. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടനെ സമരക്കാർ കളക്ടറേറ്റ് കോമ്പൗണ്ടിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. Celebrating 40 years of Century Fashion City.